ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ തുടർച്ചയായിട്ടുള്ള ഒരു കറക്ഷന് ശേഷം ഒരു തിരിച്ചുവരവിൻ്റെ ഒരു റാലിയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 42 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 15,722-ലും, സെൻസെക്സിൽ ഏകദേശം 166 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 52,484-ലും, ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 125 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 34,809-ലുമായിരുന്നു ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രേഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫാർമ, മീഡിയ, റിയാലിറ്റി ഈ സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെറ്റൽ സെക്ടറിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ കാണാനുണ്ടായിരുന്നത്. ഏകദേശം 1% ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഫ്ലാറ്റായിട്ടും സ്മോൾ ക്യാപ്പിൽ നല്ലൊരു റാലികൾ ഏകദേശം 1.29% ഗെയിനും കാണാനായിട്ട് ഉണ്ടായിരുന്നു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4 ദിവസത്തെ ഒരു കറക്ഷൻ റാലിക്ക് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഫോം ചെയ്താണ് മാർക്കറ്റ് എൻഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ആയതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിൽ ഒരു സപ്പോർട്ടിനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 15,630, 15,722, 630, 722 ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ഒരു സപ്പോർട്ടിനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ ഏകദേശം 15,630 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു റിവേഴ്സലുള്ള ഒരു സാധ്യതകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 15,740 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 15,900 നമ്മുടെ ഓൾ ടൈം ഹൈ ആ ഒരു റേഞ്ചിലേക്കുള്ളൊരു റെസിസ്റ്റൻസിൻ്റെ റേഞ്ചിലേക്കുള്ളൊരു റാലികൾ നമുക്ക് വരും ദിവസങ്ങളിൽ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചത്തെ മുഴുവൻ ഒരു വീക്ക്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ. പക്ഷേ ഡെയിലി ചാർട്ടിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലൊരു സപ്പോർട്ടിനായിട്ട് ശ്രമിക്കുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ന്യൂട്രലായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കാം. വരും ദിവസങ്ങളിൽ ഒരു പാറ്റേൺ ഫോർമേഷൻ നോക്കിയിട്ട് ഏകദേശം വീണ്ടും ഒരു 15,740 മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് നടക്കുകയാണ് എങ്കിൽ അപ്സൈഡിനുള്ളൊരു സാധ്യതകൾ 15,900 വരെയുള്ള റാലിക്കുള്ളൊരു സാധ്യതകൾ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു Q1 റിസൾട്ടുകൾ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു Q1 റിസൾട്ടുകളായിരിക്കും ഇനി മെയിൻ ഫോക്കസ് ഏരിയ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാറാനായിട്ടുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും 4 ദിവസത്തെ ഒരു കറക്ഷൻ റാലിക്ക് ശേഷം ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫ്രൈഡേ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. വീക്ക്ലി ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് കാണാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 35,000 റേഞ്ചുകൾ ഒരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് സോണുകളായിട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 34,500 ആ ഒരു റേഞ്ച് നമുക്കൊരു സപ്പോർട്ട് സോൺസ് ആയിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിലെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നാസ്ഡാക്ക് ഏകദേശം ഒരു 0.81% ഗെയിനോട് കൂടിയാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഒരു മിക്സഡ് ട്രെൻഡോട് കൂടി ഏകദേശം ഒരു ഫ്ലാറ്റായിട്ടുള്ള എൻഡിങ്ങിലാണ് FTSE ഒക്കെ നിലനിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ട്രെൻഡാണ്. SGX നിഫ്റ്റി 69 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ഉണ്ടായിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ഒരു തകർച്ചയാണ് ഡോളറിന് അഗെയിൻസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും 18 പൈസ ഇടിഞ്ഞ് 74.74 ട്രേഡ് എൻഡായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നമുക്ക് സപ്പോർട്ടീവായിട്ടല്ല നിലനിൽക്കുന്നത്. ഗ്ലോബൽ FIIൻ്റെ ഭാഗത്തു നിന്ന്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം 982 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 930 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടീവായിട്ടല്ല, രൂപയും സപ്പോർട്ടീവായിട്ടല്ല നിലനിൽക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളും ഒരു മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നാളെ SGX നിഫ്റ്റി ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 15,740 മുകളിലേക്ക് ബ്രേക്ക് ഔട്ടുകൾ നടന്ന് മാർക്കറ്റ് എൻഡാകുന്നത് വരെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നതായിരിക്കും കുറച്ചൊന്ന് സേഫായിട്ട് ഉണ്ടാവുക. ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ ദീപക് നൈട്രേറ്റിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ് റാലികൾ കണ്ടു. നമ്മൾ പറഞ്ഞ ഒരു 1950 ആ ഒരു റേഞ്ചിലേക്കുള്ളൊരു ഏകദേശം അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു എൻട്രികൾ പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എൻഡാവണം. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തൊരു എൻട്രികൾക്കുള്ളൊരു പോസിബിലിറ്റിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക, അല്ലാത്ത പക്ഷം നമുക്ക് ബ്രേക്ക് ഔട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യാം. അതല്ല ഈ ഒരു റേഞ്ചിൽ നിന്ന് റിവേഴ്സലാണ് എങ്കിൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങുള്ളൊരു സാധ്യതകൾ ദീപക് നൈട്രേറ്റിൽ നിലനിൽക്കുന്നുണ്ട്.
ഇനി അതുപോലെ തന്നെ ഭാരത് ഫോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ചെറിയ ചെറിയ ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹയർ റേഞ്ചിൽ എത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കണക്കിനുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഒരു വീക്ക്നെസ്സിനുള്ളൊരു സാധ്യതകളാണ് കാണാനുള്ളത്. RSI ഇൻഡിക്കേറ്ററും ഓവർബോട്ട് റീജിയനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു എൻട്രികൾ നമുക്ക് നല്ലൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിയതിന് ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഏകദേശം 782 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അടുത്ത എൻട്രികൾ നോക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ഇനിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനൊക്കെ ആയിരിക്കും ഭാരത് ഫോർജ് കാണാനായിട്ടുണ്ടാവുക. ഇനി അടുത്തായിട്ട് വാച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ കെമിക്കൽസിൻ്റെ സ്റ്റോക്ക് ഒന്ന് ചാർട്ടൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബ്രേക്കൗട്ടുകൾ കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു എൻട്രികൾ ഏകദേശം 774 മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ ടാറ്റ കെമിക്കൽസ് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ ചാർട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഒരു ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയൊരു ബ്രേക്കൗട്ടുകൾ കാണാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി നല്ലൊരു ഇപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ടുകൾ തുടരുകയാണ് എങ്കിൽ ഒരു ഏകദേശം 909 മുകളിലേക്ക് ബ്രേക്കൗട്ടുകൾ നടക്കുകയാണെങ്കിൽ 944 വരെ പോകാനുള്ള സാധ്യതകൾ നമുക്ക് ട്രെൻഡിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ചാർട്ടിനെയും നിങ്ങളൊന്ന് വരും ദിവസങ്ങൾ ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ കാവേരി സീഡ്സിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു തീർച്ചയായിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് ഒരു റാലി തുടരുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 802 വരെയൊക്കെ പോകാനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു 774 മുകളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാവേരി സീഡ്സിനെയും തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ മണപ്പുറത്തിലും നല്ലൊരു ചാർട്ടാണ് ഡെയിലിയിലും വീക്കിലിയിലും ഒക്കെ കാണാനായിട്ടുള്ളത്. ബുള്ളിഷായിട്ട് തന്നെ നിലനിൽക്കുന്നു. ബ്രേക്കൗട്ടുകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണപ്പുറത്തിൻ്റെ ചാർട്ടും നിങ്ങളൊരു സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ മണപ്പുറത്തിൻ്റെ ചാർട്ട് ഒന്ന് ട്രാക്ക് ചെയ്യുക. ടൊറൻറ്റ് ഫാർമയും ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ നമുക്കൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 3004 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ ടൊറൻറ്റ് ഫാർമയിലും നമുക്ക് ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഹ്യൂം പൈപ്സ് അവർക്ക് ഒരു മധുരൈ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം 257 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഒരു ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് വാട്ടർ സപ്ലൈ നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഓർഡറുകളാണ് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. ഇനി അതുപോലെ തന്നെ മാരിക്കോയിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ഏകദേശം 30% വർധനവാണ് ഈ ഒരു Q1 ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഡബിൾ ഡിജിറ്റിലുള്ള വോളിയം ഗ്രോത്ത് ആണ് ഈ ഒരു ഡൊമസ്റ്റിക് ബിസിനസ്സിൽ വളർച്ചയ്ക്ക് കാരണങ്ങളായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ നല്ലൊരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വളരെ നല്ല ഡിമാൻഡുകൾ കാണുന്നു എന്നും കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാരിക്കോയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ DMartൻ്റെ Q1 റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവിൽ ഏകദേശം 31% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 5032 കോടി ടോട്ടൽ റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് Q1-ൽ 3833 കോടിയായിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ ഡിക്സൺ ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് PLI സ്കീമിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൽ IT ഹാർഡ്വെയർ മാനുഫാക്ചറിങ് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്സ്, PC അതുപോലെ തന്നെ സെർവർ ഇതിൻ്റെയൊക്കെ ഒരു ഹാർഡ്വെയർ മാനുഫാക്ചറിങ്ങിനുള്ളൊരു പെർമിഷൻ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇത് വളരെ പോസിറ്റീവ് ന്യൂസായിട്ടാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് അതിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യും എന്ന രീതിയിലാണ് ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനും ഇതുവഴി സാധിക്കും എന്നും കമ്പനിയുടെ അപ്ഡേറ്റുകൾ പറയുന്നു. അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് ന്യൂസായിട്ടാണ് കമ്പനിക്ക് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു ഉയർച്ചയിലേക്കുള്ളൊരു സാധ്യതകൾ ഈ ഒരു ചാർട്ടിലും കാണാനായിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റൊക്കെ നടന്നതിന് ശേഷം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ചെറിയൊരു ഒരു റൈസ് അതിനുശേഷം ഒരു കറക്ഷൻ അങ്ങനെ രീതിയിലാണ് ഈ ഒരു സ്റ്റോക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയൊരു 4650 മുകളിലേക്ക് ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു പോസിബിലിറ്റി നമുക്ക് ഡിക്സണിൽ വീണ്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കുറച്ച് കാലത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കമ്പനീനെയും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഡിക്സൺ ടെക്നോളജീസ്. ഇനി അതേപോലെ തന്നെ IPO ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ ജൂലൈ 5-ാം തീയതി ഇന്ത്യ പെസ്റ്റിസൈഡ്സിൻ്റെ IPO ലിസ്റ്റ് ആവാൻ പോവുകയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഏകദേശം 55 രൂപ മുതൽ 60 രൂപ പെർ ഷെയറിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം റണ്ണാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റിംഗ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു IPOയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ 2 IPOകൾ വീണ്ടും മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. ജൂലൈ 7-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് ഈ ഒരു രണ്ട് IPOകളും സബ്സ്ക്രിപ്ഷനായിട്ടുള്ള വിൻഡോ ഓപ്പൺ ആവുക. ആദ്യത്തേത് നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ സയൻസിൻ്റെ IPO
880 രൂപ മുതൽ 900 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അടുത്തത് GR ഇൻഫ്ര പ്രൊജക്ട്സ്, അവരും ജൂലൈ 7 മുതൽ ജൂലൈ 9 വരെയാണ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. 828 മുതൽ 837 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു 2 IPOകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള അനാലിസിസ് നടത്തുക. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു IPO ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും റിസൾട്ട് വരുന്ന കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെതാണ്. അപ്പം അതുപോലെ തന്നെ തുടർന്നും കുറേ കമ്പനികളുടെ റിസൾട്ടുകൾ വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് സീസൺസും നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഈ ഒരാഴ്ച നാളെ നമുക്ക് ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിഷ് ആവാൻ പോകുന്ന വേറൊരു പ്രധാനപ്പെട്ട ഡാറ്റ ഇന്ത്യൻ സർവീസ് PMI ഡാറ്റയാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച മാനുഫാക്ചറിങ് PMIൻ്റെ ഡാറ്റ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയൊരു കോൺട്രാക്ഷൻ ആയിരുന്നു നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സർവീസ് PMI കഴിഞ്ഞ മാസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസം 54 നിന്നത് മെയ്യിലേക്ക് വന്നപ്പോൾ അത് 46% കുറഞ്ഞിരിക്കുന്നു, 46.4%. അപ്പോൾ ജൂണിലും നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകളൊക്കെ ഈ ഒരു സർവീസ് PMI ഡാറ്റയിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് കേട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.